ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള അതിഥി എയർ മാർഷൽ TD ജോസഫാണ്. സ്വാഗതം എയർ മാർഷൽ TD ജോസഫ്. നിലവിലെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്നലെ നമ്മുടെ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതിന്റെ എസ്കലേഷൻ, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഇത് നമ്മളുടെ കോൺഫ്ലിക്റ്റിന്റെ എസ്കലേഷന് തുടക്കം വെച്ചത് പാകിസ്ഥാൻ ഏപ്രിൽ 22 ടെററിസ്റ്റ് അറ്റാക്കോടുകൂടിയാണ്. അത് നമ്മൾ ആധികാരികമായി പറഞ്ഞിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. അവിടെയാണ് ഈ എസ്കലേഷൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിന് അതിന് പ്രതികരണം കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അതിന്റെ നമ്മുടെ ആവശ്യമാണ്. നമ്മൾ അതിനുവേണ്ടി ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ഉത്തമമായ രീതിയും ഗവൺമെന്റ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അതിർത്തി ക്രോസ് ചെയ്യാതെ നമ്മൾ ആദ്യം ഏതൊക്കെ ടാർഗറ്റിനെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മിലിറ്ററി ടാർഗറ്റ്സിനെ, അവരുടെ ആർമിയോ നേവിയോ എയർഫോഴ്സിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. അതേസമയം ഈ ഏപ്രിൽ 22 നടന്ന ടെററിസ്റ്റ് ഭീകരരുടെ അറ്റാക്കിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമായ അതിന് മുമ്പും 2008-ലും 2015-ലും 2016-ലും 2019-ലും എല്ലാം ഉണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിന്റെ എവിടെയൊക്കെ അതിന്റെ പ്ലാനിങ്ങുകൾ നടന്നോ, എവിടെയൊക്കെ അതിനുവേണ്ടിയുള്ള ടെററിസ്റ്റുകൾ ആരൊക്കെ ട്രെയിൻ ചെയ്തോ, എവിടെയൊക്കെ ട്രെയിൻ ചെയ്തോ, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നശിപ്പിക്കാനുള്ള തീരുമാനമാണ് വളരെ കറക്റ്റായ ഒരു തീരുമാനം. കാരണം അതിനുവേണ്ടി ലോകം മുഴുവൻ അറിയാം, ഇതെല്ലാം അവിടെ വർഷങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു ടെററിസ്റ്റ് കേന്ദ്രങ്ങളാണ്, അവരുടെ പരിശീലന കേന്ദ്രങ്ങളാണ്, JETയുടെയും JEMന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അതിനെ നശിപ്പിക്കാനുള്ള സർവ്വ അധികാരവും ഇന്ത്യക്ക് ഉണ്ട്. അതിനുവേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഇന്ന് ആ സ്ഥിതിയിൽ ഉള്ള ഉപകരണമായിരുന്നു എയർ പവർ, അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ അറ്റാക്ക് ചെയ്യാനുള്ള ശക്തി. നമ്മളുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള പ്രൊക്യൂർമെന്റ് വഴി നമ്മുടെ ദേശത്ത് നിന്ന് നമ്മളെ അതിർത്തി കടക്കാതെ തന്നെ അവരെ നശിപ്പിക്കാനുള്ള, അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങള്, സ്കാൽപിജിയും ഹാമറും അതുപോലെ മറ്റു പല ആയുധങ്ങളും നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളും ട്രെയിനിങ്ങും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഞാൻ കൃത്യമായി ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാല്, ബഹവൽപൂറും ലാഹോറും മുരിക്കയും എല്ലാം ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് ആണ്. അപ്പോൾ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നോ, സിവിലിയൻ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരാത്ത രീതിയിൽ നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ആയുധങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിന് പറയുന്ന heavily discriminated attack targeting എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായി കൃത്യമായി അവരുടെ കേന്ദ്രങ്ങളെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് മിറാജ് 2000-ഉം റഫാലും അതുപോലെയുള്ള സുഖോയ് 30-യും ഈ ആയുധങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ആയുധങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് എയർഫോഴ്സിനെ നിർദ്ദേശിച്ചത്. അതിൽ നമ്മൾ അതിന്റെ വളരെ കൃത്യമായ തെളിവുകളോടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഈ അറ്റാക്കുകളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു, വിജയകരമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച എയിംസ് എല്ലാം നമുക്ക് നേടാൻ പറ്റി. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അവരുടെ ആർമിയോ നേവിയോ എയർഫോഴ്സിനും നമ്മൾ ടച്ച് ചെയ്യുന്നേ ഇല്ല. അതേസമയം നമ്മളുടെ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞ അതിന്റെ റിയാക്ഷൻ അതിന്റെ പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു. അവർ നമ്മളുടെ മിലിറ്ററി ടാർഗറ്റ്സിനെയും, അതിനേക്കാളും ഹീനമായ കാര്യം, നമ്മളുടെ നിരപരാധികളായ സിവിലിയൻ പോപ്പുലേഷനെ, ജമ്മു കശ്മീർ ബോർഡറിലുള്ള സിവിലിയൻ പോപ്പുലേഷനെ അവര് പീരങ്കികൾ കൊണ്ട് അറ്റാക്ക് ചെയ്ത് വളരെ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ് ചെയ്തത്. 10-16 പേര് മരിച്ചു. അത് നമുക്ക് വിവരങ്ങളെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സ്ഥിതിയിൽ അവർക്ക് പ്രതികരണം ചെയ്യേണ്ടത് ഇന്ത്യയുടെ അവകാശമായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സാധാരണ ഒരു രീതിയിൽ ഏറ്റവും ആദ്യം എന്തെങ്കിലും ഒരു ഒഫൻസീവ് മിഷന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവരുടെ എയർ ഡിഫൻസുകളെയും റഡാറിനെയും മിസൈലുകളെയും, സർഫസ് ടു എയർ മിസൈലുകളെയും എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം അതല്ലായിരുന്നു. ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രം തകർക്കുക എന്നുള്ളതായിരുന്നു.
അതിന് ഇന്നലത്തെ പാകിസ്ഥാന്റെ മിലിറ്ററി റെസ്പോൺസിന് ശേഷം നമുക്കത് ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ ലാഹോറിലും റാവൽപിണ്ടിയിലും സിയാൽകോട്ടിലും എല്ലാം ഇന്നലെ കണ്ടത്. അവരുടെ മിസൈൽ അവര് വിനയം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെ, ആ മിസൈലുകളെയും ചില റഡാറുകളെയും നമ്മൾ അറ്റാക്ക് ചെയ്ത്, സക്സസ്ഫുള്ളി അറ്റാക്ക് ചെയ്ത്, അതിന്റെ കൺഫർമേഷൻ ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെന്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചിലത് പറഞ്ഞിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ ഫ്ലോയുടെ കൺട്രോൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തത്. സോ ഒരു കണക്കിന് പറഞ്ഞാൽ കാലിബ്രേറ്റഡ് അല്ലെങ്കിൽ അളന്ന് തൂക്കിയുള്ള ഒരു പ്രതികരണമായിരുന്നു ഭാരതത്തിന്റെ സൈഡിൽ നിന്ന്. നമ്മൾ ശ്രദ്ധിച്ച ഇതുവരെയും എയർഫോഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ന്യൂസ് റിപ്പോർട്ട്സ് പറയുന്നുണ്ട് നേവിയും കറാച്ചിയിൽ എന്തൊക്കെ ചെയ്തു. അത് ഗവൺമെന്റ് സ്ഥിരീകരിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് എന്റെ അറിവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ആസ് ഓഫ് നൗ ഇപ്പോൾ ഈ എസ്കലേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്, ഓരോരോ പടവുകൾ നമ്മൾ കയറുന്നത്, നമ്മളിപ്പോൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഭാരതത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ അതിന്റെ കൺട്രോൾ. താങ്ക് യു. എയർ മാർഷൽ, ഒരു കാര്യം കൂടി, കൃത്യമായി നമ്മൾ തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകുകയുണ്ടായി. അത് എങ്ങനെയാണ് എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. അതായത് എവിടെയൊക്കെയാണോ ഭീകര കേന്ദ്രങ്ങളുള്ളത് അവയെ മാത്രമാണ് ലക്ഷ്യമാക്കിയത്. അങ്ങനെ 12 പോയിന്റുകൾ, അതിൽ 9 ജയ്ഷെ കേന്ദ്രങ്ങളും തച്ചുടച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് ആകെ പകച്ചുപോയ പാകിസ്ഥാൻ തുടർന്ന് അതിർത്തി ഗ്രാമങ്ങളിലടക്കം ഷെല്ലാക്രമണം നടത്തിയത്. നമുക്കറിയാം, ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ പ്രത്യാക്രമണം നടന്നത്. പക്ഷേ അതൊന്നും നിലം തൊടാതെ തരിപ്പണമാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രമാത്രം പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയും വിജയവുമായിരുന്നു അത് എന്നുള്ളത് അവർക്കും ബോധ്യമായി. ഏകദേശം 50ഓളം ഡ്രോണുകളെയാണ് നമ്മൾ ഇത്തരത്തിൽ പ്രതിരോധിച്ചതും അവയെ നിർവീര്യമാക്കിയതുമെല്ലാം. ഇവിടെ സൈനികർക്ക്, കര, നാവിക, വ്യോമസേനകൾക്ക് സമ്പൂർണമായ രീതിയിലുള്ള സ്വാതന്ത്ര്യം തിരിച്ചടിക്ക് സർക്കാർ, ഭരണകൂടം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭാരതത്തിൻ്റെ എല്ലാ അതിർത്തികളിലും വിന്യസിച്ചുകൊണ്ട് സൈന്യം സുസജ്ജമായി നിൽക്കുന്ന കാഴ്ച തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുക? ഇനിയുള്ള മണിക്കൂറുകളിലെല്ലാം സൈന്യത്തിൻ്റെ ഈ പ്രതിരോധം മാത്രമായിരിക്കുമോ, അതോ കൃത്യമായ തിരിച്ചടി, പാകിസ്ഥാന്റെ ഓരോ നീക്കത്തിനും ഇരട്ടി തിരിച്ചടി, ആ രീതിയിലേക്ക് നൽകാനുള്ളൊരു നീക്കത്തിലേക്ക് ഭാരതം കടക്കുമോ? ഗവൺമെന്റിന്റെ തീരുമാനമാണ് അത്. തീർച്ചയായും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അവരുടെ മീറ്റിംഗിൽ കരസേനയുടെയും വായുസേനയുടെയും നാവികസേനയുടെയും അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെയും കൂട്ടിയുള്ള ചർച്ചകളിൽ നമ്മളുടെ രാഷ്ട്രപരമായ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് അതിന് തീരുമാനമെടുക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ വെളിയിലിരുന്നുകൊണ്ട് നമുക്കിതിനെക്കുറിച്ചൊക്കെ ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ, നമുക്ക് ചർച്ച ചെയ്ത് ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ പാകിസ്ഥാന്റെ ഇതുവരെയുള്ള റെസ്പോൺസ് വെച്ച് നോക്കിയാൽ അവരെ തിരിച്ചടിക്കാനുള്ള സർവ അവകാശവും ഭാരതത്തിനുണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ ഈ പ്രതിരോധ ശക്തിയുടെ കാര്യം, ഡിഫൻസിന്റെ ശക്തി ആ സജ്ജമാക്കിയത് വളരെ വർഷങ്ങളോടുകൂടി തയ്യാറെടുപ്പോടുകൂടിയാണ്. ഒരു കാലത്ത് 10-20 വർഷം മുമ്പ് വരെ നമ്മളുടെ എല്ലാം ഓരോരോ പോയിന്റിൽ നിന്നുള്ള ഡിഫൻസ് എന്ന് വെച്ചാൽ ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ടാർഗറ്റിന്റെ അല്ലെങ്കിൽ ഒരു എയർ ബേസിന്റെ അതിന് ചുറ്റും മാത്രമായിരുന്നു ഈ എയർ ഡിഫൻസ് എന്ന് പറയുന്ന എക്വിപ്മെന്റ്സ്. അത് ആ ഉപകരണങ്ങൾക്കെല്ലാം 30 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു 1-2 കിലോമീറ്റർ മുതൽ 10-30 കിലോമീറ്റർ വരെ കൂടി വന്നാലുള്ള റേഞ്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയല്ല, എല്ലാം ലോക്കലി അതായത് സ്ഥാനങ്ങളിൽ നിന്നുള്ള അവിടെയുള്ള കമാൻഡർമാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ 10-12 വർഷത്തിനകം വായുസേനയുടെ എല്ലാ ഈ ഭാരതദേശത്തിന്റെ ഉള്ള എല്ലാ റഡാറുകളും ഏകീകരണം ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഏകീകരണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ വായുവിൽ നിന്ന് നിരീക്ഷണം ചെയ്യുന്ന വാക്സിന്റെയും അതിന്റെയും ഇൻഫർമേഷൻ ഇതിലേക്ക് ഫീഡ് കൊടുത്തു
കൊണ്ട് നമ്മൾ വളരെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെയാണ് ബാക്കിയുള്ള ഇന്ത്യൻ നിർമ്മിതമായ നമ്മുടെ ഇൻഡിജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ആകാശ് മിസൈലുകളും മറ്റു റഡാറുകളും അതുപോലെ തന്നെ നമ്മൾ ഇസ്രയേലിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലും പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന ബാക്കി മിസൈലുകൾ എന്നുള്ള സ്പൈഡർ മീഡിയം റേഞ്ച് സൊഫിസ്ട്രോയ മിസൈൽ, അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400. ഇത് എയർഫോഴ്സിന്റെ അടുത്ത് തന്നെയല്ല, ഇതിൽ പലതും എയർഫോഴ്സിനും ആർമിയിലും 2 പേരുടെയും കൂടെയുണ്ട്, നേവിയുടെ കൂടെയുമുണ്ട്. ഇതെല്ലാം കൂടെ ഈ 3 വിഭാഗങ്ങളുടെ സൈനിക വിഭാഗങ്ങളുടെയും ഈ പ്രതിരോധ ശക്തികളെല്ലാം ഇന്ന് ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്ന് വളരെ ശക്തമായിരിക്കുന്നു. അതിന്റെ വിജയമാണ്, അതിന്റെ പ്രതിഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓൾ അക്രോസ് ജമ്മു ആൻഡ് കശ്മീർ മുതൽ ഗുജറാത്ത് വരെ അവരുടെ ഡ്രോൺ കൊണ്ടും മറ്റ് മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിവുള്ളത്. അതിനെല്ലാം ശക്തമായി നശിപ്പിക്കാൻ സാധിച്ചതിന്റെ ഗുണം ഈ ഏകീകരണം കൊണ്ടും ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, ഷെയറിംഗ് ഓഫ് ഡേറ്റ, ഇതെല്ലാം കൂടി കൊണ്ടുവരാണ്. അതുപോലെ തന്നെ ഒന്ന് പറയേണ്ടത്, എല്ലാ ഡ്രോണുകളും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞ എല്ലാവരെയും നമുക്ക് നശിപ്പിക്കാൻ പറ്റിയെന്ന് സാധ്യതയില്ല. കാരണം ഒരു ഇന്നത്തെ ഈവൻ അയറൺ ഡോം പോലും, ഇസ്രയേലിന്റെ അയറൺ ഡോം പോലും 100% റോക്കറ്റുകളെയും ഡ്രോണുകളെയും നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 30-40% കൂടി വന്നാൽ അവരുടെയും അറ്റാക്കുകൾ വിജയമായിരിക്കാം. പക്ഷേ അവരൊക്കെ എവിടെയാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാവുന്നിടത്തോളം നാശനഷ്ടങ്ങൾ വളരെ തുച്ഛമായ രീതിയിലാണ് നമുക്കുണ്ടായിരിക്കുന്നത്, കൂടുതലും സിവിലിയൻ ഏരിയയിൽ. താങ്ക് യു.